ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം റാന്നിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് റാന്നി കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകം തന്നെ ചോദിച്ചറിഞ്ഞു. പക്ഷേ ഇനിയും ഏറെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടത്താനാകൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെയധികം നിർണായകമല്ലേ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിന്റെ ഒടുവിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ഏകദേശം പുലർച്ചെ 3 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഈ മൊഴിയിൽ ഈ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കം ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കൂട്ടുനിന്ന് ഈ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള പ്രതിഫലം ഉണ്ണികൃഷ്ണൻ പോറ്റി അവർക്ക് നൽകിയിട്ടുള്ളതായിട്ടും SITക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ഈ കവർച്ച നടത്തിയ സ്വർണം കൃത്യമായ രീതിയിൽ വീതം വെച്ച് ഈ വീതങ്ങളൊക്കെ തന്നെ ഈ സഹായത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ SITക്ക് മുമ്പാകെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും കൽപേഷ് എന്ന പേര് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേട്ടൊരു പേരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. ഇയാൾക്കാണ് ഈ സ്വർണം ഇയാൾക്ക് കൈമാറിയതായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് കൈമാറിയതായിട്ട് SITക്ക് ക്രൈംബ്രാഞ്ചിനുമൊക്കെ തന്നെ നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തുക, അയാളുടെ ഈ പേര് ശരിയായിട്ടുള്ള പേര് തന്നെയാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ തന്നെ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് SIT ഒരുങ്ങുന്നത്. ഈ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിലെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇനി ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം. അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഏതായാലും SIT നിലവിൽ റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് ഹാജരാക്കണം. അതുമായി ബന്ധപ്പെട്ട് റാന്നി കോടതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. ഇനിയും നിരവധി ചോദ്യങ്ങളാണ് SITക്ക് മുൻപിലുള്ളത്. ഇതിനൊക്കെ തന്നെ ഉത്തരം വേണം. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. രാവിലെ ഏകദേശം 8:30യോടുകൂടിയാണ് തിരുവനന്തപുരം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുപോകാനായി പുറപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഈ 10 മണിക്കൂർ ഇന്നലെ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിൽ SP ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലെങ്കിൽ രാവിലെയോടുകൂടി വീണ്ടും SP ശശിധരൻ എത്തി. ശശിധരന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയമായിരുന്നെങ്കിലും ആ ചോദ്യം ചെയ്യലുകൾക്കൊക്കെ ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT റാന്നിയിലേക്ക് പുറപ്പെട്ടത്. ആദ്യം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 തവണ ഇത്തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിലൊക്കെ തന്നെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പുളിമാത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല സംശയങ്ങളും ഈ ക്രൈംബ്രാഞ്ചിന് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ നൽകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്ന് വരില്ല. കാരണം അത് തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതിനാൽ തന്നെ. എന്നാലും ഇപ്പോൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് കിട്ടിയതിൻ്റെ പങ്ക് അത് മറ്റുള്ളവർക്കും പകർത്തു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഈ സ്വർണം കൈപ്പറ്റി, ഇനി ആ സ്വർണം എവിടെയാണുള്ളത്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഇനി ഒരുപാട് കടമ്പകളില്ലേ അന്വേഷണ സംഘത്തിന് മുന്നിൽ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ വലിയ കടമ്പകളുണ്ട്. അതൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഈ നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് 2019 വളരെയധികം ഗുരുതരമായൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അന്ന് ആദ്യം മുതൽ തന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. ഈ 2 കേസുകളാണ് പ്രധാനമായും SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ്വാരപാലക പാളിയിലെ സ്വർണ്ണ കവർച്ചയും മറ്റൊന്ന് കട്ടിളപ്പടിയിലെ സ്വർണ്ണ കവർച്ചയും. ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന, ഇതിന് പിന്നിൽ
ഒക്കെ തന്നെ ഉണ്ട് എന്നതാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയും സൂചിപ്പിക്കുന്നത്. ആദ്യം മുതൽ തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു കവർച്ച നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്ന ചോദ്യം. ആദ്യമൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഒരു ആരോപണങ്ങൾ ഉയരുമ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയത്തിനാണ് ഇടയാക്കിയത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം ഇത് സാധ്യമല്ല. അതിന്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ അത് വെളിവാക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ സ്വർണം എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്വർണം കവർച്ച നടത്തിയത്. അതിനുശേഷം ഈ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കൾക്കാണ് ഈ സ്വർണം കൈമാറിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് കൈമാറണമെങ്കിൽ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടാകണം എന്നത് ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്ന സംശയമാണ്. അതിനൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മറുപടി SITക്ക് മുമ്പാകെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഗൂഢാലോചന ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഉദ്യോഗസ്ഥരടക്കം ഇതിന് പിന്നിലുണ്ട്. കൽപേഷ് എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത്, ആ സുഹൃത്തിനാണ് ഈ സ്വർണം കൈമാറിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റൊരു സുഹൃത്തുണ്ട്, നാഗേഷ്. ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്ന പേരാണ്. ഈ നാഗേഷിന് ഹൈദരാബാദിൽ ഒരു സ്വർണ്ണപ്പണി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഉടമയാണ്. ഈ സ്ഥാപനത്തിൽ വെച്ചായിരിക്കാം ഈ ഒരു തിരിമറി നടത്തിയത് എന്ന തരത്തിൽ ആദ്യം മുതൽ തന്നെ ഉയർന്ന സംശയങ്ങളായിരുന്നു. SITയും പ്രത്യേക അന്വേഷണ സംഘവും അത്തരത്തിലുള്ള സംശയങ്ങളിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്. അതിനോടൊപ്പം തന്നെ ആ അറസ്റ്റ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SITക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ സ്വർണം കണ്ടെത്തുക, ഈ കവർച്ച നടന്നിട്ടുള്ള ഈ സ്വർണം കണ്ടെടുക്കുക, അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനി SITക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സ്വർണം കൃത്യമായ രീതിയിൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം മുതൽ തന്നെ ഈ സ്വർണം കണ്ടെടുക്കുന്നതിന് വലിയധികം പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ കൃത്യമായ അദ്ദേഹത്തിന്റെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തണം. വിവരങ്ങൾ അറിയാനുണ്ട്. ഈ വിവരങ്ങൾക്കൊക്കെ അറിയുവാനായിട്ടാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുക. അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കും. അതിനുശേഷം ഈ സ്വർണം കവർച്ച നടന്നിട്ടുള്ള സ്വർണം വീണ്ടെടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരുൾപ്പെടെ, അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിലവിൽ പ്രതിക്കൂട്ടിലാണ്. അവർക്കെല്ലാം കുരുക്ക് വീണിരിക്കുകയാണ്. ഇനി അവരെ ചോദ്യം ചെയ്യാനാണ് SIT ഒരുങ്ങുക. ഈ പ്രതിപ്പട്ടികയിലുള്ള എല്ലാവരെയും ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ ഒരുങ്ങും. അവരിൽ നിന്നൊക്കെ തന്നെ വിശദാംശങ്ങൾ തേടും. 10 പ്രതികളാണുള്ളത്. ഇതിൽ 10ാമത്തെ പ്രതിസ്ഥാനത്തായിരുന്നു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നത്. ആരുടെയെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്, ആരുടെയൊക്കെ പേരുകൾ ഇതിലുണ്ട്, എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചതിലൊന്നും തന്നെ ഒരു വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും പക്ഷേ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്വർണ്ണ കവർച്ച കൃത്യമായ ഗൂഢാലോചനയോടുകൂടി നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമായിരിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ നിർണായകമാണ്. ഈ മണിക്കൂറുകളിൽ ഒരുപക്ഷേ ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമോ, ആരൊക്കെ ആയിരിക്കും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുക, എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നതൊക്കെ തന്നെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. ഈ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം ആദ്യമേ തന്നെ അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അവരിലേക്കൊക്കെ തന്നെ ഇനി അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നടപടി ഉടനടി ഉണ്ടാകുമെന്ന് തന്നെ കരുതണ്ടേ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ ഇത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് എന്ന കാര്യം കൃത്യമായിരുന്നു. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ ED ഉൾപ്പെടെ ഈ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരടക്കം ഈ സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം മുതൽ തന്നെ സംശയത്തിലുണ്ടായിരുന്നു. ഈ 2019 ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ സംശയ നിഴലിലായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ സഹായം കൃത്യമായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു കവർച്ച നടന്നത്. ഇത്ര വർഷങ്ങളോളമായി ഇത് ഒരു കണ്ടുപിടിക്കപ്പെടാത്ത രീതിയിൽ ഉണ്ടായിരുന്നത് എന്നതുൾപ്പെടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇത് സാധ്യമല്ല എന്നുള്ളതാണ്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ കൃത്യമായ രീതിയിൽ ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ആദ്യം മുതൽ തന്നെ ഈ അന്വേഷണങ്ങളൊക്കെ
തന്നെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും കൃത്യമായ രീതിയിലായിരിക്കും, രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിനൊക്കെ വിളിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത് പുറത്തറിയുക എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിലവിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആരൊക്കെയാകും ഈ പ്രതിപട്ടികയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ആരുടെയൊക്കെ പേരാണ് പറഞ്ഞിട്ടുള്ളത് എന്നതൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായാലും വൻ ഗൂഢാലോചന നടന്ന ഈ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ നിലവിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.